ആഴ്ചയുടെ അവസാനം ഒരു യാത്ര, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇന്ന് എങ്ങോട്ടേക്കാണെന്നല്ലേ? ഇന്ന് നമ്മൾ പോകുന്നു ലക്സംബർഗിലെ വിയാന്തൻ കാസിലിലേക്ക്. വിയാന്തൻ കാസിൽ അഥവാ ഷത്തൂ ദെ വിയാന്തൻ. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് ലക്സംബർഗ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു. ട്രെയിനിൽ ഞങ്ങൾ എറ്റംബർഗിലെത്തി. എറ്റംബർഗിൽ നിന്ന് ബസ്സിൽ വിയാന്തനിലേക്ക്. പിന്നെ ലക്സംബർഗിൽ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് കേട്ടോ. വിയാന്തൻ ഒരു സുന്ദരമായ ഗ്രാമമാണ്. മേ ബി ടൂറിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാകണം ഒരു നഗരമെന്ന രീതിയിലേക്ക് വളരാനുള്ള പണിപ്പുരയിലാണ് വിയാന്തൻ. ബസ്സിൽ നിന്നിറങ്ങിയപ്പോഴേ എൻ്റെ കണ്ണുടക്കിയത് വിയാന്തന് കുറുകെ ഒഴുകുന്ന ഉവർ നദിയിലാണ്. ബെൽജിയത്തിൽ ഉത്ഭവിച്ച് ലക്സംബർഗിലൂടെ ഒഴുകി ജർമ്മനിയിലേക്ക് എത്തിച്ചേരുന്ന ഉവർ റിവർ. എന്തൊക്കെയാണെങ്കിലും ഉവർ നദിയുടെ ഒഴുക്ക് വളരെ ശാന്തമായിരുന്നു. ചുറ്റുമുള്ള തിരക്കുകളൊന്നും വകവയ്ക്കാതെ എത്ര ശാന്തമായാണ് ഈ നദി ഒഴുകുന്നത്. അത്യാവശ്യം വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ വെയിൽ കനക്കും മുൻപേ മല കയറണം. ഒരു കുന്നു താണ്ടി വേണം കാസിലിലെത്താൻ. വഴിയിലുടനീളം വർത്തമാനം പറഞ്ഞും ചിരിച്ചും അവിടിവിടങ്ങളിലായി അറേഞ്ച് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകളും ഓർമ്മക്കുടീരങ്ങളും മറ്റും കണ്ട് ഞങ്ങൾ മല കയറി. അങ്ങനെ മലകളുടെ ഉച്ചസ്ഥായിലായി അതാ വിയാന്തൻ കാസിൽ. റൈൻ നദിക്ക് പടിഞ്ഞാറുള്ള കോട്ടകളിൽ വെച്ച് ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നായാണ് വിയാന്തൻ കാസിൽ അറിയപ്പെടുന്നത്. ചരിത്രപ്രകാരം 11 തൊട്ട് 14 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിലാണ് വിയാന്തൻ കാസിലിൻ്റെ നിർമ്മാണം. റോമനിക്സ് ഗോത്തിക് സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിയാന്തൻ കാസിൽ ലക്സംബർഗിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ്. ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് വിയാന്തൻ ചെയർ ലിഫ്റ്റ്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനും കയറണം ഒരു വലിയ കുന്ന്. വലിയ കൂസലില്ലാതെ മലയും കയറി കാഴ്ചകളും കണ്ട് ഞങ്ങൾ ചെയർ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നു. ചെയർ ലിഫ്റ്റ് മൂവായി തുടങ്ങിയതോടെ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. അത്രമേൽ സുന്ദരം.
അങ്ങനെ ചെയർലിഫ്റ്റ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഉവർ നദിയുടെ തീരത്തോട് ചേർന്ന് ലാൻഡ് ചെയ്തു. എന്തോ അത്രമേൽ സൗന്ദര്യമാർന്ന ഒന്ന് വേഗം തീർന്നു പോയതുപോലെ.